ഞങ്ങൾ കഷ്ടകാലമല്ല ഇത് പറയാനാ മക്കളെ. എൻ്റെ കുട്ടി അവിടെ കൊടുത്താൽ അതുകൊണ്ട് കൊടുത്താലെങ്കിലും എൻ്റെ കുട്ടികൾ വരുവയ്ക്കും എന്ന് ഇട്ടിട്ട് ഞാനൊന്ന് കാണട്ടെ. എല്ലാവരും ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കിലാണെങ്കിൽ ഇവിടെ ഒരു നാട് മുഴുവൻ ഇരുന്നെണ്ണിയാൽ പോലും തീരാത്ത ഒരു തുകയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന് ശിക്ഷയിൽ നിന്നൊഴിവായി നാട്ടിലെത്തണമെങ്കിൽ 34 കോടി രൂപ ശേഖരിക്കണം. 10-15 കൊല്ലമായില്ല ഇങ്ങനെ പറഞ്ഞോന്ന് മക്കൾ ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. എന്താ എൻ്റെ കുട്ടി അവസരം കുട്ടി വന്ന് കണ്ടാൽ മതിയിരിക്കും. ഞാൻ അതിന് തേടുന്നുള്ളൂ. ഇപ്പോൾ പ്രതീക്ഷ ഉണ്ടോ? അപ്പോൾ വരുമെന്ന് ഇങ്ങനെ പൈസ കൊടുത്താൽ വരുമെന്ന് അറിയണ്ട എല്ലാവരും. ഇപ്പോൾ എത്രമാതിരി ഉറുപ്പ്യ വേണം മക്കളെ? 1-2 കോടി പോരല്ലോ. 34 കോടി ഉറുപ്പ്യൊക്കെ ഉണ്ടായി കിട്ടണ്ടേ? അതുകൊണ്ട് കൊടുത്താലെങ്കിലും എൻ്റെ കുട്ടികൾ വരുവയ്ക്കും എന്ന് ഇട്ടിട്ട് ഞാനൊന്ന് കാണട്ടെ. നിങ്ങളെപ്പോലെ തന്നെ കാണുമ്പോൾ നെഞ്ച് പൊട്ടുക ചെയ്യുന്നത്. ഇതൊരു മോനാണല്ലോ. 24 വയസ്സുള്ളപ്പോൾ സൗദിയിലെത്തി ദിവസങ്ങൾക്കകം ജയിലിലകപ്പെട്ട റഹീമിന് വയസ്സിപ്പോൾ 42ആയി. പോയതിനു ശേഷം ബന്ധപ്പെടുന്നത് ഉണ്ടായിരുന്നു. ഫോണിൽ എപ്പോഴെങ്കിലും ഫോണിൽ വിളിക്കുന്ന പിന്നെ വിളിക്കുമ്പോഴേക്ക് വർത്താനമൊക്കെ പറയണം. ഉമ്മച്ചിയെ അസ്സലാമലൈക്കും എന്ന് പറയുമ്പോൾ പിന്നെ നാളെ കെട്ടിപ്പോകാൻ എനിക്കത് വർത്താനം പറയാൻ കഴിയില്ല. ഉമ്മച്ചയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അങ്ങനെ പറയുന്നൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ പറയും കേൾക്കുന്നല്ലാതെ മറുപടി പറയാൻ കിട്ടൂല. കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ദുൾ റഹീം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. എത്തിങ്ങാനയിലൊരു ജോലി ഡ്രൈവറായി വണ്ടിൻ്റെ ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിന് വിസ അങ്ങനെ കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്ന് പോയി. അത് മാത്രമല്ല അവിടെ എത്തി 15-16 ദിവസമായിട്ടേ ഉള്ളൂ. അവിടെ അറബിയുടെ ഒരു സുഖമില്ലാത്ത ഏകദേശം 80% നേരത്തെ തന്നെ വികലാംഗനായത് ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ നോക്കാനാണ് ഏൽപ്പിച്ചത്. അതിനറിയില്ലായിരുന്നു. എങ്കിലും ഇവിടെ വന്നതെല്ലാം ജോലിയൊക്കെ എടുക്കാൻ തയ്യാറായി. അപ്പോൾ ഒരിക്കലും എൻ്റെ ഫാദർ പറഞ്ഞു, അങ്ങനെ മോനെ ഈ കുട്ടീനെ കൊണ്ടുപോയിട്ടൊന്ന് പുറത്ത് കാണിച്ചു കൊണ്ടുപോകാറ്. ആ സമയത്താണ് അവന് വണ്ടിയിൽ കുട്ടീനെ വെച്ച് പോയി. വണ്ടിയിൽ തന്നെ വീൽ ചെയർ വെച്ചിട്ടാണ് കയറ്റാൻ പറ്റുള്ളൂ. അല്ല കയറ്റാൻ പറ്റാത്തൊരു കുട്ടിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈ ട്രാഫിക് ജാമിൽ വെച്ചിട്ടെന്നാണ് അവർ വണ്ടി നിർത്തി. പോകാൻ പറ്റും എടുക്കാൻ അവൻ പറഞ്ഞു. കുട്ടികൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ചീത്തൊക്കെ പറഞ്ഞ് പിന്നെ അവന് അവസാനം ഒന്ന് ബുദ്ധിമുട്ടായി തുപ്പിയപ്പം അവിടെ ഇടത് ഭാഗത്ത് ഡ്രൈവറും വലതു ഭാഗത്ത് കുട്ടി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അവനൊന്ന് തടുത്തതിൽ അവൻ്റെ കൈ പോയിട്ട് അവൻ്റെ കഴുത്തിന് നേരത്തെ ഘടിപ്പിച്ച് വെച്ച ഒരു കുഴലുണ്ടായി. ശ്വാസകോശം ഭക്ഷണക്കുറിന് അന്നനാളത്തിലുള്ള കുഴൽ വെച്ചിട്ട് ആന്തരികമായിരുന്നു. എനിക്ക് അറിയില്ല. അതുപോലെ അറിയാത്തൊരു ആളായിരുന്നു. അറിയാതെ സംഭവിച്ചു പോയത്. അങ്ങനെ മരിച്ചുപോയി. മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കൾ 34 കോടി നൽകിയാൽ മാപ്പ് നൽകാമെന്നറിയിച്ചതിനെ തുടർന്നാണ് 6 മാസങ്ങൾക്ക് മുൻപ് റഹീമിൻ്റെ മോചനത്തിനുള്ള സാധ്യത തെളിഞ്ഞത്. ഇപ്പോൾ നാട് 10 കോടി രൂപയിലെത്തി. എല്ലാ വിഭാഗം ആളുകളും മതസംഘടനകളൊക്കെ ഉണ്ട്. മതരാഷ്ട്രീയ നല്ല റെസ്പോൺസിബിൾ എന്നൊക്കെ പറഞ്ഞാൽ പേടിയാണ്. 2 കോടി എന്നുകൊണ്ട് കോടിയാകാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടു. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഓടി എന്നാൽ ഈ നേരം 4 കോടിയുള്ള സാധനം ഇന്നത് 10 കോടിയിലേക്ക് അടുക്കുക. അപ്പം പോച്ച നമ്മളെ അവരുടെയൊക്കെ നല്ല ഒരു വർക്ക് തുടങ്ങിയിരുന്നു. പണം നൽകാനുള്ള അവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങളേയുള്ളൂ. ഈ ദിവസങ്ങൾക്കുള്ളിൽ ശേഖരിച്ച പണത്തിന്റെ വിവരം വിദേശകാര്യ മന്ത്രാലയം മുഖാന്തരം അറിയിച്ച് താമസം കൂടാതെ ബാക്കി വരുന്ന തുക ശേഖരിക്കാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് നാട്. ലക്ഷ്യം കണ്ടേ തീരൂ. കാരണം അവർക്ക് അവരുടെ പഴയ അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കണം.